അങ്ങനെ നമ്മൾ ബൽഗാമിൽ വന്നു. നമ്മൾ കുതിര റേസ് ചെയ്തു. പക്ഷെ നമ്മൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയില്ല. കാരണം നമ്മളോട് 3 മണിക്കൂറാണ് റൈഡ് പറഞ്ഞത്. പക്ഷെ അതിൽ നമുക്കൊരു 1 മണിക്കൂർ റൈഡ് തന്നതും. പക്ഷേ അത് നമ്മൾ സോനാമാർഗ് വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും മുതലാവുന്ന റൈഡ് ആയിരുന്നില്ല. കാരണം അവർ നമ്മളെ പറ്റിച്ചു തന്നെയായിരുന്നു. കാരണം അവർ കയറി കഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്തു, റോട്ടിലൂടെ മാത്രം പോയിട്ട് തിരിച്ചിങ്ങോട്ട് ഇറക്കി കൊടുന്നു. അതായത് പോയ വഴിയിൽ നമ്മൾ തിരിച്ചിറക്കി. തിരിച്ച് നമ്മൾ താഴെ വന്ന് നമ്മോട് പറഞ്ഞിരുന്ന പ്രൈസ് 5500 ആയിരുന്നു, അല്ല 550 ആയിരുന്നു പറഞ്ഞിരുന്നത്. അത് നേരെ എന്ത് ചെയ്തു, നമ്മൾ സംസാരിച്ച് 200 രൂപ തരാമെന്ന് പറഞ്ഞ് സെറ്റിൽ ചെയ്തിട്ട് ഇപ്പോൾ 200 വെച്ച് കൊടുത്തു. എന്തായാലും നമ്മൾ വിചാരിച്ച സംഭവങ്ങളൊന്നും അവർ കാണിച്ചു തന്നില്ല. നമ്മൾ ഒരുപാട് അവരോട് ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞു, അതായത് നമുക്കിതെല്ലാം കാണണ്ടേ, നമ്മൾ പറഞ്ഞത് ഇത്രയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരൊന്നും മൈൻഡ് ചെയ്തില്ല. കാരണം നമ്മൾ സംസാരിച്ച ആളല്ല നമ്മളെ കൂടെ ഉള്ളത്. അതാണ് ഇവിടെ വരുമ്പോഴൊരു ബുദ്ധിമുട്ട്. നമ്മൾ ആരായിട്ടാണ് ഡീൽ ചെയ്യുന്നത്, അവരെ നമ്മളെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കയറി കഴിഞ്ഞാൽ പിന്നെ ഇവരോട് എന്ത് പറഞ്ഞാലും ഇവർ ഫോൺ എടുക്കുക ഒന്നും ചെയ്യുന്നില്ല. അത് ഭയങ്കര പ്രശ്നമായിട്ട് നമുക്ക് തോന്നി. അപ്പോൾ കാശ്മീർ വന്നിട്ട് ഇങ്ങനത്തെ ഒരു സീൻ നമുക്ക് ആദ്യമായിട്ടാണ് ഉണ്ടായത്. മറ്റുള്ളവർക്കൊക്കെ നല്ല സൂപ്പർ ഇതായിരുന്നു. ഇത് നമ്മളിവിടെ ഒരു ബായിനെ പരിചയപ്പെട്ട് टैक्सी ड्राइवर है, उसका नाम बोलो. My name is Manzoor and I am from Kashmir, Srinagar. Okay. उसका इंस्टाग्राम नाम बोलो. Manzoor Sultan on Instagram. उसका वो മലയാളം बोलेगा. ഓ അയാളാണ് നമുക്കിവിടെ ജമ്മുവിൽ വന്നു കഴിഞ്ഞാൽ ഇന്നോവ വേണ്ട ആളുകൾക്ക് മൂപ്പരെ കോൺടാക്ട് ചെയ്യാം. മൂപ്പരോട് പറഞ്ഞാൽ കേരള സൈഡിൽ നിന്നുണ്ടെങ്കിൽ നല്ല പൈസ കുറച്ചിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൺടാക്ട് ചെയ്യാം, നല്ല പൈസ കുറച്ചരും, ഒരു പേടിയും പേടിക്കണ്ട, നമ്മുടെ സ്വന്തം ആളാണ്, ഒരു പ്രശ്നമില്ല, ഫുള്ള് സെറ്റ് ചെയ്തരും, ഫുൾ സീൻ ചെയ്തരും. ഓക്കെ ഡൺ. ഇതാണ് നമ്മൾ ഇർഷാദ് ഭായി, ഇവിടുത്തെ പേൽഗാമത്തെ ഗൈഡാണ്. ഫുൾ സെറ്റപ്പാണ് ആള്, എല്ലാം പൊളിയായിട്ട് കാണിച്ചു തരും. ഇത് ഇർഷാദ് ഭായി കേരളത്തിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, കാസർഗോഡ് നിന്നൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്. ഫുൾ ടൈം കേരള ആർമിന്റെ സ്വന്തം ഗൈഡാണ്. സപ്പോർട്ട് करता है. കർണാടക കേരള ഇവന്റെ ഫേവറേറ്റ് സ്ഥലം ആർമി से. ये ओ तुमका नंबर है, इंस्टाग्राम आईडी वो पूरा बोलो. इंस्टाग्राम में नहीं चलाता हूँ. इंस्टाग्राम नहीं चलाता. वो व्हाट्सएप नंबर है. व्हाट्सएप नंबर मैंने भाई को दिया है. वो उसको बोलो, वो पूरा आदमी देख. अभी आपकी तरफ देखना है. नहीं हम नहीं, मैं उसी की तरफ देखूंगा. लेकिन अभी आपका नाम लिया ना, और क्या बोलना है? हम डिस्क्रिप्शन में കൊടുക്കാം. അപ്പോൾ വായി നമ്പർ. और इसको पता है क्या, इसको मॉडलिंग करना है, इसको उधर नहीं मैं मॉडलिंग नहीं करता. मॉडलिंग करना है इसको. मॉडलिंग ये मॉडल लगता है, इसको मॉडलिंग करना है. वो आपका इधर से केरला से एजेंट है. केरला से भेजो आप, 2 से फैमिली होगा, प्यार से घुमाएगा, वेलकम करेगा. वो क्या घुमाएगा, वो घुमाएगा उसका डिटेल एक नंबर. स्विट्जरलैंड घुमाएगा, कश्मीर वैली घुमाएगा, वाटरफॉल दिखाएगा, इधर ट्रैकिंग प्लेस भी अलग से वो भी घुमाएगा, प्यार से केरला वाला का. ജന്മത്തിലോ ഗൈസ്, നമ്മളിപ്പോൾ ആപ്പിൾ വാലിയിലാണുള്ളത്. ആപ്പിൾ വാലി എന്ന് പറയുന്നത് കാശ്മീരിലൊരു ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ
നമുക്കെല്ലാവർക്കും അറിയാം കാശ്മീർ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും ആപ്പിൾ കണ്ടിരിക്കണം. അതൊരു സ്പെഷ്യാലിറ്റി അല്ല, അത് നിർബന്ധപൂർവമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിവിടെ ചുറ്റും കാണാൻ പറ്റും ഒരുപാട് ആപ്പിളുണ്ട്. പിന്നെ ആപ്പിളിൻ്റെ മരത്തിന് കാഴ്ചകൾ കാണാൻ പറ്റും. ചില റെഡുണ്ട്, ചില പച്ചയുണ്ട്. ഏറ്റവും ഓപ്പണിൽ നമുക്കിവിടെ പറിക്കാൻ പറ്റില്ല, വളരെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ പൊട്ട തന്നെ പൊട്ടുന്നാണ് പറയണത്. ഷംസു ഫോട്ടോ എടുക്കണോ? ഇത് ഈ സംഭവം ഇങ്ങനെ തന്നെയാണല്ലേ മരം? വേറെ മരമൊന്നുമല്ല അല്ലേ? പച്ച മരം തന്നെ. ഈ കായ്ക്കുന്ന ആപ്പിൾ മൊത്തം ഈ പച്ച മരത്തിൽ തന്നെയാണ്. ഈ കളർ മാറൊന്നുമില്ലല്ലോ മരത്തിൻ്റെ അല്ലേ? തന്നെയല്ലേ കളറ്? ഇത് മാറുന്നതാണ്. അത് പച്ച ആടുന്ന ടൈമിൽ അത് പറിക്കാൻ പറ്റും. അവിടെ കണ്ടല്ലേ പച്ച മാത്രം. പക്ഷെ അത് കുറച്ചുകൂടി കഴിഞ്ഞാൽ മൂത്തിട്ട് ഇതാവും. പിന്നെ ആ ചെറിയ ആപ്പിൾ മാത്രമാണ് വേറെ. ആപ്പിൾ വാലി ഫുൾ ആപ്പിളാണ്.